ബോബി ചെമ്മണ്ണൂരിനെ രൂക്ഷമായി വിമർശിച്ച മുൻമന്ത്രി ജി സുധാകരൻ. ബോബി ചെമ്മണ്ണൂരിന് ഒരു സംസ്കാരമേ ഉള്ളൂ, അത് ലൈംഗിക സംസ്കാരമാണ്. ആലപ്പുഴയിലായിരുന്നെങ്കിൽ തല്ലിയേനെ എന്നും ജി സുധാകരൻ പറഞ്ഞു. ഒരു ജാഥയുണ്ടായിരുന്നു കേരളത്തിൽ. പണത്തിന്റെ അഹങ്കാരമല്ലാതെ എന്തും ചെയ്യാമെന്നാണ്. പക്ഷേ അവന്മാരും പ്രാകൃതനും കാടനുമാണ്. അവനൊരു സംസ്കാരമേ ഉള്ളൂ, ലൈംഗിക സംസ്കാരം. അത് കുറെ കാലമായി പ്രയോഗിച്ചതുകൊണ്ട് കണ്ടക്കുട്ടികളുടെ കൊടുക്കാൻ ആരുമില്ലാതായി പോയിട്ട് കേട്ടത്. ഞങ്ങളാരും അറിയില്ല, കുറെ കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴയാണ് ഞങ്ങൾ തട്ടിയത്, ഉറപ്പാണ്. മനീഷ് മഹിപാൽ. മനീഷ്, ജി സുധാകരൻ രോഷം കൊണ്ട് പൊട്ടിത്തെറിക്കുകയാണല്ലേ? അതെ ഹാഷ്മി, ഇന്നലെ കായംകുളം MSM കോളേജിൽ അജിത് കണ്ടോലൂർ എഴുതിയ പുസ്തകമായിട്ടുള്ള ഇസബെല്ലയുടെ പുസ്തക പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുമ്പോഴായിരുന്നു ഈ രീതിയിൽ പരസ്യമായി തന്നെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത്. സിനിമാ നടനും എഴുത്തുകാരനുമായ മധുപാൽ, AM ആരിഫ്, CPM നേതാവായിട്ടുള്ള AM ആരിഫ്, കായംകുളം CPM ഏരിയ സെക്രട്ടറി അബിൻ ഷാ അടക്കമുള്ള ആളുകൾ പങ്കെടുത്തൊരു ചടങ്ങിലാണ് ഇത്തരത്തിൽ രൂക്ഷ വിമർശനം. അതായത് ഒരു ഉന്നതനായ ആളെ പറ്റി രാഷ്ട്രീയ നേതാക്കൾ ആരും പരസ്യമായ ഇത്തരം രൂക്ഷ വിമർശനങ്ങൾ പറയാൻ മടിക്കുന്ന ഒരു കാലത്താണ് ജി സുധാകരൻ അത്തരം കാര്യങ്ങൾ പരസ്യമായി തന്നെ അങ്ങനെയുള്ള വിമർശനം മുന്നോട്ട് വെക്കുന്നത്. പോലീസിന് കൂടി വിമർശനമുണ്ട്. ഇങ്ങനെയുള്ളൊരു പരാതി അല്ലെങ്കിൽ ഒരു അശ്ലീല പരാമർശം അയാൾ കുറിച്ചിട്ടും എന്തുകൊണ്ട് പോലീസ് സ്വമേധയാ കേസെടുത്തില്ല, അന്ന് കേസെടുത്തോ, ഇന്ന് കേസെടുക്കേണ്ടി വന്നിരുന്നില്ലേ തുടങ്ങിയിട്ടുള്ള വിമർശനം പോലീസിന് കൂടിയുണ്ട്. ഒപ്പം തന്നെ നാട്ടിലെ ബുദ്ധിജീവികളും ഒപ്പം തന്നെ സ്ത്രീ സംഘടനകളിൽപ്പെട്ട ആളുകളും ഇവിടുത്തെ മഹിളാ സംഘടനകളിൽപ്പെട്ട ആളുകളും അന്ന് എവിടെ പോയി എന്ന തരത്തിലുള്ള രൂക്ഷമായ വിമർശനമുണ്ട്. ആലപ്പുഴയിലായിരുന്നെങ്കിൽ ഒരുപക്ഷെ തല്ലിയേനെ തുടങ്ങിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വാക്ക് സാധാരണ ശൈലിയാണ്. അദ്ദേഹം ഇങ്ങനെയുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ ചിലപ്പോൾ വാവിട്ട വാക്കുകളൊക്കെ പറയും. അങ്ങനെ അദ്ദേഹം വെറും പ്രാകൃതനായ ഒരു കാടനാണെന്ന് അടക്കമുള്ള പ്രയോഗമുണ്ട്. പരനാറി പ്രയോഗമടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ഈ ബോബി ചെമ്മണ്ണൂരിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നത്. ഹാഷ്മി, എന്താണ് ഉപയോഗിക്കാവുന്ന കടുത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ജി സുധാകരൻ്റെ ബോബി ചെമ്മണ്ണൂർ വിമർശനം. ആലപ്പുഴയിലാണെങ്കിൽ അടിച്ചേനെ എന്നുകൂടി ഒരു പടി കടത്തി CPM നേതാവ് പറയുന്നുണ്ട്. മനീഷ് മഹിപാല വാർത്തയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു.